സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ പക്വത കൊണ്ട് അവർ നിർദ്ദേശിക്കുന്ന പല നിർദ്ദേശങ്ങളുണ്ടാകും. അത് ഉൾക്കൊള്ളാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സ്ഥാനത്ത് എല്ലാറ്റിനും ഇസ്ലാം അംഗീകരിച്ചതൊക്കെ ഹറാമാണ് 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 എന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമുണ്ടോ? ഇല്ല. അള്ളാന്റെ ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്, അള്ളാഹ് നിങ്ങൾക്ക് അനുവദിച്ചു തന്നത് നിങ്ങൾ എന്തിനാണ് ഹറാമാണെന്ന് പറയുന്നത്? അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നത് നിങ്ങൾ എന്തിനാണ് ഹറാമാണ് എന്ന് പറയുന്നത്? കള്ള് അള്ളാഹ് വിരോധിച്ചതാണ്, സോഡ അള്ളാഹ് വിരോധിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് സോഡ കുടിക്കാലോ. കള്ള് തന്നെ കുടിക്കണമെന്ന് വാശി പിടിക്കരുത്. വല്ലാത്തൊരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. ശരീരത്തിലെ രോമങ്ങൾക്കിടയിൽ ചെറിയ പൊടിപാറ്റി കഴിയുമ്പോഴേക്ക് മാനസിക നില തെറ്റിപ്പോയി സ്വന്തം ഉമ്മാനെ കൊല്ലുന്നതിന് മടിയില്ലാത്ത മക്കൾ വളർന്നു വരുന്ന കാലഘട്ടം. അല്ലാഹ് നമ്മളെ സമുദായത്തെ നന്നാക്കി തരട്ടെ. കേൾക്കുന്ന ഏതെങ്കിലും അതേ കോളേജുകളിലോ മറ്റെവിടെങ്കിലും പഠിക്കുന്ന നമ്മളെ മക്കള്, അവർക്ക് നമ്മളെ ശ്രദ്ധയില്ലാതെ പോയാൽ, നമ്മളെ അതേ നോട്ടമില്ലാതെ പോയാൽ അവര് വഴിവെച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാകൂല. ചില ബാപ്പാർക്കൊരു തോന്നലാണ്, ചില ഉമ്മമാർക്കൊരു തോന്നലാണ്, എന്റെ കുട്ടി എങ്ങനെ ചെയ്യൂല, എന്റെ മകൻ എന്നോട് അങ്ങനെ ചെയ്യൂല, എന്റെ മകൾ എന്നോട് അങ്ങനെ ചെയ്യൂല. അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന വിശ്വാസമുണ്ടല്ലോ, നമ്മളെ ചതിച്ചു കളയും കേട്ടോ. മക്കളെ ശ്രദ്ധിക്കല് ബാപ്പമാരെ ഉത്തരവാദിത്തമാണ്, ഉമ്മമാരെ ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും ആളുകൾ ചിലപ്പോൾ അതേ ശിശു സംരക്ഷകരാണ്, അല്ലാത്തവരാണ് എന്ന് പറഞ്ഞ് അവര് കേസെടുക്കൂന്ന് പേടിച്ചതിന്റെ പേരിൽ നമ്മളെ മക്കളെ നമ്മൾ നോക്കാതിരുന്നാൽ, നമ്മളെ മക്കള് നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ, നമ്മളെ മക്കള് പേച്ചു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാകൂല. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പണത്തിന് മാത്രം വില കൽപ്പിക്കുന്ന ഒരു ലോകം. യാതൊരുമില്ല. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ മുസ്ലിം നാമധാരികളായ നല്ല മക്കളെ കയ്യിലേക്ക് എങ്ങനെയാണ് ഈ MDM എത്തുന്നത്? എങ്ങനെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ എത്തുന്നത്? പേര് കിട്ടാത്ത വസ്തുക്കൾ എത്തുന്നത്? പാപ്പമാര് പോലും പേടിക്കുന്ന ഈ വസ്തുക്കള് എങ്ങനെയാണ് പലരുടെ കയ്യിലും എത്തിച്ചേരുന്നത്? നമ്മളെ കാസർഗോഡും മംഗലാപുരത്തൊന്നും അങ്ങനെ ഇല്ല എന്ന് ഞാൻ ഇങ്ങ് പ്രസംഗിച്ചാൽ, പത്രം വായിച്ചാൽ അത് കള്ളമാണ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വരുമെന്ന് പേടിക്കേണ്ട ഒരു കാലമായി. നമ്മളെ കാലം മാറിപ്പോയില്ലേ? യാതുമില്ല. കള്ള് കുടിക്കണമെങ്കിൽ കള്ള് ഷാപ്പില്ലാതെ കള്ള് കുടിക്കാൻ കഴിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളെ മക്കളെ സ്കൂൾ പുസ്തകത്തിന്റെ ഇടയിൽ പോലും തിരികെ കൊടുക്കുന്ന പണക്കൊതിയന്മാർ, സ്വന്തം മക്കളെ നഷ്ടപ്പെടുന്ന ബാപ്പമാരെ സൃഷ്ടിക്കുന്ന വിവരം കെട്ട പണക്കൊതിയന്മാര് ജയിക്കുന്ന കാലം വന്നു പോയല്ലോ. അമാനത്തില്ലാത്ത ലോകം വന്നു പോയല്ലോ. പരസ്പര വിശ്വാസം തകർന്നു പോകുന്നൊരു ലോകമായി നമ്മളെ ലോകം മാറിപ്പോയല്ലോ. റബ്ബേ, ഞങ്ങളെ മക്കളെ നീ കാവല് നൽകണേ അല്ലാ. ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ കാക്കണേ അല്ലാ. വയല് കേൾക്കുന്ന മുസ്ലിമേ, അതിന് വഴിയൊരുക്കുന്ന കോളേജുകളായി, അതിന് വഴിയൊരുക്കുന്ന ഇടങ്ങളായി നമ്മളെ മക്കളെ പഠന കേന്ദ്രങ്ങൾ മാറിക്കൂടാ. അവരവിടെ ഉപയോഗപ്പെടുത്തേണ്ട കേന്ദ്രങ്ങളിൽ അത്തരം ആവശ്യതകൾ വന്നുകൂടാ. മുസ്ലിം വ്യത്യാസമില്ലാതെ, മതത്തിന് നോട്ടമില്ലാതെ, ജാതികൾക്ക് നോട്ടമില്ലാതെ ഇത്തരം പണക്കൊതിയന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നതിന് മടിയില്ലാത്തവരായി നമ്മൾ മാറിയില്ലെങ്കിലോ തലമുറകൾ നശിച്ചു പോകുന്നത് കണ്ടിട്ട് കരയാനല്ലാതെ ബാപ്പമാരെ സാധിക്കൂല. നമ്മളെ ഉപ്പാപ്പമാര് കണ്ട, നമ്മളെ ഉമ്മാമ്മമാര് കണ്ട കള്ളുകളെക്കാളൊക്കെ എത്രയോ ഗൗരവമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. കള്ള് കുടിക്കണമെങ്കിൽ പരസ്യമായി കാണേണ്ടി വരും, അല്ലെങ്കിൽ ആരെങ്കിലും സഹായം കിട്ടേണ്ടി വരും. ഇതിനോ പൊടിവാറ്റിയ കൈകൊണ്ടൊന്ന് കൈപിടിച്ചാൽ രോമക്കുഴിയിലൂടെ അതാ എന്തൊക്കെയോ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് പറയുന്നത്. അതുപോലെ അതാ ശരീരത്തിൽ ചെറിയ മുറിവേൽപ്പിച്ചിട്ട് പലതുണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്നത്. വയല് കേൾക്കുന്ന മുസ്ലിമേ, നമ്മളെ മക്കളെ നമ്മള് തടഞ്ഞില്ലെങ്കിൽ നാളെ ബാപ്പാന്ന് വിളിക്കുന്ന മക്കളല്ലാതെ നമ്മളെ മക്കൾ അതപ്പതിച്ചു പോയാൽ
പിന്നെ വിരല് കടിച്ചിട്ട് കാര്യമുണ്ടാകൂല. അതിന് കാരണമാകുന്ന ടൂറുകളാണോ, അതിന് കാരണമൊരുക്കുന്ന വഴികളാണോ, അതിന് വഴിയൊരുക്കുന്ന എന്തെങ്കിലും കേന്ദ്രങ്ങളാണോ? മാറി നിന്നേക്കണേ. വയത് കേൾക്കുന്ന ഉപ്പാ, മദ്രസകൾ പുച്ഛമായി തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത്? അല്ലേ? വയത് കേൾക്കുന്ന ഉമ്മ, മദ്രസയിൽ പഠിക്കുന്ന മോന് 5ാം ക്ലാസ് വരെ പഠിച്ചില്ലേ, അതന്നെ ധാരാളാണ് എന്ന് പറയുന്ന ചിന്താഗതിയാണോ? 6ാം ക്ലാസ്സിൽ മദ്രസ കുട്ടികൾ കുറഞ്ഞു പോകുന്ന ലോകമാണോ? 10ാം ക്ലാസ് ആകുമ്പോൾ മദ്രസ അക്തറൊക്കെ മതി, ദുന്യാവ് മതി എന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയാണോ? എന്റെ വയത് കേൾക്കുന്ന ഉമ്മ, നിസ്കാരത്തിന്റെ ഷർത്തുകളെ കുറിച്ച്, ഫർളുകളെ കുറിച്ച് അവര് പഠിച്ചിട്ടുണ്ടാകാം. അവരെ ജീവിതത്തിൽ സ്വന്തമായി അറിഞ്ഞിരിക്കേണ്ട പല മസലകളും അവരറിയാൻ പോകുന്ന പ്രായമാണല്ലോ 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ്. ഒരു പെണ്ണിന് അവളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെ ആലോചിക്കേണ്ടത്, എങ്ങനെയൊക്കെ ആ ജീവിതത്തെ തിട്ടപ്പെടുത്തേണ്ടത് അവർക്ക് പഠിക്കാനുള്ള ഫിഖ്ഹിന്റെ മസലകളും അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങളും സഹാബത്തിന്റെ ചരിത്രങ്ങളൊക്കെ പഠിക്കാനുള്ള വഴികൾ നമ്മൾ മറച്ചു വെച്ചിട്ട് വെറും ദുന്യാവിന്റെ മക്കളാക്കി നമ്മളെ മക്കളെ മാറ്റിപ്പോയാൽ MDM-കാരൻ വന്നിട്ട് കൈപിടിക്കുമ്പോ ഇത്തരം ഹറാമുകൾക്ക് ഒരു വട്ടം പോയിട്ട്, അരവട്ടം പോയിട്ട് 1% പോലും എന്റെ ശരീരത്തെ അനുവദിക്കൂലെന്ന് തന്റെ ഇടത്തോടെ പറയുന്ന മക്കളാക്കി നമ്മളെ മക്കളെ ഉയർത്തേണ്ട മദ്രസ കേന്ദ്രങ്ങള് വിവരമില്ലാത്ത ഏതോ ആളുകൾ തീവ്രവാദ കേന്ദ്രങ്ങളാണെന്നോ, അല്ലെങ്കിൽ വിവരമില്ലാത്ത ആരെങ്കിലും ഇല്ലാത്ത ആരോപണങ്ങളോ പറയുന്നത് കേട്ടിട്ട് മുസ്ലിമേ മദ്രസ വിരോധികളായ അത്തരം കേന്ദ്രങ്ങളെ തള്ളിപ്പറയുന്നവരായാൽ നമ്മളെ മക്കൾക്ക് കിട്ടേണ്ട ആത്മീയ ലോകം എവിടെ നിന്ന് കിട്ടാനാ? നീ ചിലപ്പോ പള്ളിയുടെ പ്രസിഡന്റാണ്, മദ്രസയുടെ സെക്രട്ടറിയാണ്, അത് നിന്റെ മകന്റെ മുടി 2 സൈഡും ചെപ്താനുള്ള പെർമിഷനാണ് എന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ ഞാനല്ലേ മുസ്ലിയാർക്ക് ശമ്പളം കൊടുക്കുന്നത് പറയുന്ന കേട്ടാ തോന്നും മൂപ്പര് ബിസിനസ് ചെയ്തിട്ടാണ് മദ്രസ നടത്തുന്നത്. മൂപ്പര് ഇവിടെ പിരിവെടുത്ത് നടത്തുന്ന മദ്രസയല്ലേ, ഞാൻ സെക്രട്ടറി ആണടോ, ഞാനാ മുസ്ലിയാരെ നിനക്ക് ശമ്പളം തരുന്നത്, എന്റെ മകന്റെ മുടി എങ്ങനെ വെട്ടണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. തീമ്പളക്കുന്ന വാപ്പയായ അള്ളാന്റെ ദീനിന് വില കൽപ്പിക്കാത്ത വാപ്പമാരെ നമ്മളെ വാപ്പമാരതപ്പതിച്ചു പോയാൽ ഇത്തരം തോന്നിവാസങ്ങൾ സിനിമയിലൂടെയും അതുപോലെ അഭിനയങ്ങളിലൂടെയും കാണിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും കേന്ദ്രങ്ങളുടെ വാക്ക് കേട്ടിട്ട് നമ്മളെ മക്കൾ ഉസ്താദുമാർക്ക് വില കൽപ്പിക്കുന്നതിന് പകരം ഇത്തരം സിനിമാ ലോകത്തിന് വിവരങ്ങളെ വിവേകമില്ലാതെ അവർക്ക് പദാവധി സ്ഥാനങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്ന മക്കളാക്കി നമ്മളെ മക്കളെ വളർത്തിയെടുത്താൽ ആ സിനിമാ നടൻ സിനിമയിൽ അഭിനയിക്കുമ്പോ കള്ളു കുടിച്ചിട്ട് ആടുന്നത് കണ്ടിട്ട് നമ്മളെ മക്കളും ആടണമെന്ന് ചിന്തിച്ചാൽ നാട്ടിൽ കാണുന്ന പെണ്ണിന്റെ പിന്നാലെ ഓടുന്ന സിനിമാ നടനെ പിന്തുറ്റുന്ന അവന്റെ വാൾപേപ്പർ ഫോണിലാക്കി വെച്ചിരിക്കുന്ന ഉപ്പാ, അങ്ങനെ സിനിമാ നടിയുടെ ചിത്രം വാൾപേപ്പറായി വെച്ചിരിക്കുന്ന പെങ്ങള്, അവള് ചെയ്തു വെച്ചിരിക്കുന്ന തോന്നിവാസങ്ങൾക്ക് ബഹുമാനുണ്ട് എന്ന് വിചാരിക്കുന്ന മക്കളായി നിങ്ങളെ മക്കൾ വളർന്നു വന്നു പോയാൽ അതിന്റെ ഉത്തരവാദി മദ്രസയിലെ ഉസ്താദാണോ? വല്ലാത്തൊരു ലോകം